ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടല്ലേ അമ്മ? ചക്ക പുട്ടാക്കണോ എന്ന് പറഞ്ഞുകൊണ്ടാവും. അങ്ങനെ നമുക്ക് ചക്ക പുട്ടാക്കാം. അപ്പം ചക്കപ്പുട്ടിലേക്ക് പോകാം. എന്തൊക്കെയുണ്ടല്ലോ അമ്മ? ചക്ക പുട്ടാക്കാനായി ചക്ക മുറിച്ചോ ചെറുതായിട്ട് മുറിക്കുന്നുണ്ടല്ലേ? നല്ല മധുരം ഉണ്ടാ? നല്ല മധുരം നല്ലോണം മധുരം ഉണ്ട്. ചക്കപ്പുട്ടക്ക് മധുരം കമ്മി ചേർക്കാൻ. നല്ല ചക്ക അല്ലേ? കഴുകി വെച്ചിട്ടുണ്ട് അമ്മു. അരിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല പാങ്ങിൽ കുറച്ച് തരിയായിട്ട്. പിന്നെ അതിന് കുറച്ച് ജീരകം, ചെറിയ ജീരകം, പിന്നെ ഏലയ്ക്ക് ഒരു 5-6 ഇട്ടിട്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചക്കേനെ അരച്ചിട്ട് ഇതിലേക്ക് മിക്സാക്കിയിട്ട് നമുക്ക് തേങ്ങ ഉണ്ട്. ഇത് നന്നായിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഇതിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. ചക്കയും അരച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഇടാം. അരിപ്പൊടിയും പിന്നെ ഏലക്കപ്പൊടിയും കുറച്ച് ജീരകം ഇട്ടിട്ട് പൊടിച്ചു വെച്ച അരിയിലിട്ട് ചക്കയും ഇടാം. അപ്പൊ ഈ ചക്ക അരയ്ക്കുമ്പോ ഇത് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതേ ആ ചക്കൻ്റെ വെള്ളത്തിൽ തന്നെ അരച്ചെടുത്ത് ഇനി കുറച്ച് തേങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് കഴുകിയെടുക്കാം കുറച്ച്. ഇപ്പോ നെയ്യുണ്ട്, പശുനെയ്യിന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ആ തേങ്ങ ഒന്ന് വരട്ടിയെടുക്കാം. കുറച്ചല്ല, ഇതിൽ ഫുള്ളുണ്ട്. ഇത് ഓപ്പൺ ആക്കിയിട്ടില്ലേ? അത് ഓപ്പൺ ആക്ക്. അപ്പൊ നെയ്യിന് കുറച്ച് ഇത് ഇട്ടു. അപ്പൊ ഈ തേങ്ങ കൊത്താക്കി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജാസ്തി ഒന്നും മൊരിയൊന്നും വേണ്ട, ഒന്നങ്ങനെ ചൂടായാൽ മതി. എന്തിനു പറഞ്ഞാൽ ആ എണ്ണൻ്റെ നെയ്യിൻ്റെ മണത്തിനും ഇതായ അപ്പോഴത്തേന് പൂ പോയിട്ട് വാഴന്റെ ഇല കൊടുന്നിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതെ, കട്ടാക്കണം. പിന്നെ കട്ടാക്കണം. അപ്പോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് മധുരം ഇല്ലെങ്കിൽ കുറച്ച് മധുരം ഇടാം. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്താൽ നല്ല നീട്ടായിട്ട് ഇലയിൽ പൊതിയാം. ഇല്ലെങ്കിൽ അത് വെള്ളമായി പോകും. അല്ലെങ്കിൽ ജാസ്തി വെള്ളം ഒഴിച്ചിട്ടെല്ലാം നമ്മൾ പൊടിയാക്കുന്നത്. ചിലവർ അരച്ചിട്ടെല്ലാം ആക്കും. ഇത് നല്ല എളുപ്പ പണി ഇതാണ്.
പിന്നെ നട്ടുച്ചക്ക് മാറും. നല്ല മിക്സ് ആക്കണം. അതെ, ഒരു തുള്ളി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് മധുരം ഉണ്ടെങ്കിൽ മധുരം മതി നോക്കാം. മധുരം ഉണ്ടാവും, ഇപ്പൊ തിന്നുമ്പോൾ നമുക്ക് മധുരം ഉണ്ടാവും. വേവിച്ചിട്ടാകുമ്പോൾ മധുരം കുറവാണ്. അതിന് വെല്ലമില്ല, പഞ്ചസാര ഇടാം. വെല്ലം ഇട്ടാലും നല്ല ഉണ്ടാവും. വെല്ലം ഇട്ടാലും ആ വെല്ലത്തിന്റെ മഞ്ഞ കളറും ചക്കന്റെ മഞ്ഞ കളറും ആയിട്ട് നല്ല വെല്ലം ഇടണോ? ചക്കപ്പുട്ട് പീടിയേക്ക് പോകണം. അപ്പൊ അതിന് ഇപ്പൊ പഞ്ചസാര ഇടണം. പഞ്ചസാര ഒരു കുറച്ച് 2-3 സ്പൂണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മതിയായിട്ടില്ലെങ്കിൽ കിട്ടാതായി. അപ്പൊ ഈ പഞ്ചസാര ഇട്ടപ്പോ കുറച്ച് വെള്ളം പോലെ ആവും. അതിന് നമുക്ക് എന്താക്കണം പറഞ്ഞാൽ വെള്ളം നല്ല ചൂടായ പിന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇലെല്ലാം ഇത് വെച്ചിട്ടായി എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത പിന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ വെച്ച് ഇഡ്ഡലി പാത്രം മൂടി വെച്ച് ഇനി വേവട്ടെ. കുറച്ച് നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയില്ലേ? നമ്മോ ഇത് നോക്ക്. സൂപ്പർ ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഏലക്കിൻ്റെ എല്ലാം മണമായിട്ട് ബായൻ്റെ ഇലേൻ്റെ മണം അല്ലേ? നല്ല രസമുണ്ടല്ലേ? ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. മധുരം നല്ല കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ ചക്കപ്പുട്ടെല്ലാം ആക്കി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഉണ്ടായി. അതെ, നല്ല ഉണ്ടായി. അതെ, പാലട്ടിന് പറഞ്ഞ് വന്നിട്ട് തിന്നിട്ടായിട്ട് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.